STEM Genius കോഴ്സ് നമ്മൾ നടത്തുന്നത് ബ്ലെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി www.blend-ed.com എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. blend-ed.com എന്ന ഈ വെബ്സൈറ്റിൽ പോയി ഇവിടെ വലതുവശത്ത് ലോഗിൻ എന്ന് കാണാം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ലേണർ എന്ന ഭാഗത്ത് ഇവിടെ സൈൻ ഇൻ ടു മൈ ക്ലാസ് റൂം എന്ന് കാണാം. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ഭാഗത്തേക്ക് പോകും. ഇവിടെ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് ഉണ്ടാവുക. ഇവിടെ ഒന്നുകിൽ റെസ്യൂം കോഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഴ്സ് ഉണ്ടാകും. അവിടെ സ്റ്റാർട്ട് കോഴ്സ് ക്ലിക്ക് ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു റെസ്യൂം കോഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റെസ്യൂം കോഴ്സ് ക്ലിക്ക് ചെയ്താൽ ഉടനെ നിങ്ങൾ ഇതിൻ്റെ ഒരു നാവിഗേഷൻ പാനലിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റാണ് കാണുന്നത്. ഇതുപോലെ വീഡിയോസ്, അതുപോലെ ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ്, മറ്റ് ടേബിളുകൾ, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മേലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാർ കാണാം. ഈ ബാറ് ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബാറിൽ കൂടെയാണ് നിങ്ങളിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് എഴുതിയത് കാണാം. ഇതുപോലെ എല്ലാ കോഴ്സസിലും ഒരുപാട് കോഴ്സ് മെറ്റീരിയൽസ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും. ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ട് ഓപ്ഷൻ കാണാം. അവിടെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോട്ട്സ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹിഡനായി നിൽക്കും. ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട്സ് കാണാൻ കഴിയും. അപ്പോൾ ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ മേലെയുള്ള ടാബിൽ നോട്ട്സ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്കിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച നോട്ട്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സിലൂടെ നിങ്ങൾ നാവിഗേറ്റ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. റിപ്പീറ്റഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്നത് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അതിൻ്റെ സൊല്യൂഷൻസും അതിനടുത്തുള്ള വീഡിയോസിലോ മറ്റു കാര്യങ്ങളിലോ കൊടുത്തിട്ടുണ്ടാകും. കൂടുതൽ ഡീറ്റെയിൽ ആയി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇവിടെ പ്രോഗ്രസ് എന്നുള്ളൊരു ടാബ് കാണാം. ഈ പ്രോഗ്രസ് ട്രാക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് അറിയാൻ പറ്റും. നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ എക്സാംസ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ക്വിക്ക് ക്വസ്റ്റ്യൻസും രണ്ടാമത് എക്സാംസുമാണ്. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺസ് ടൈപ്സ് ഉണ്ടെങ്കിൽ ഈ കോഴ്സിൽ പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് എത്രയൊക്കെ സ്കോർ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബാണുള്ളത്. ഈ ഡിസ്കഷൻ ടാബിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആഡ് ചെയ്യാനോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം. അടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ ഇവിടെയുള്ള ഒരു ടാബ് ഉണ്ടാകും. ഈ ടെക്സ്റ്റ് ബുക്ക് ടാബിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റർ 1 അവൈലബിൾ ആയിട്ടുണ്ടാകും. അതുപോലെ നിങ്ങളുടെ കോഴ്സ് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സ് ഇവിടെ ആഡ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ റൈറ്റ് സൈഡിൽ കോഴ്സ് ഹാൻഡ് ഔട്ട്സ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സിലേക്ക് നാവിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് അനൗൺസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് റിപ്പീറ്റഡായി അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കാം. ഇത് നിങ്ങളെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുക എന്നതല്ല. മറ്റ് ടെസ്റ്റുകൾ, ബാക്കി എക്സാമിനേഷൻസൊക്കെ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഡെമോ വീഡിയോയിലൂടെ അത്തരം കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത എലമെൻറ്റ്സിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ചെക്ക് മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ തൊട്ടടുത്ത എലമെൻറ്റ്സിലൂടെ ഇങ്ങനെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് നിങ്ങൾ ഉള്ളത് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കോഴ്സിലെ ഒന്നാമത്തേൽ 1.2ൽ 1.2.2ലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അടുത്തതായി എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് ആദ്യം പ്ലേ സ്റ്റോർ തുറക്കുക. അതിൽ blend-ed എന്ന് ടൈപ്പ് ചെയ്യുക. blend blend-ed എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ കാണാം, ബ്ലെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഈ ഓപ്പൺ ചെയ്യുന്ന സ്ക്രീനിൽ നമുക്ക് രജിസ്റ്റർ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻസ് കാണാം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് കോഴ്സ് എൻറോൾമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇമെയിൽ വന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇവിടെ ചെയ്യുന്നതിലും പ്രശ്നമില്ല. ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു, പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. ശേഷം നമ്മൾ സൈൻ ഇൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സൈൻ ഇൻ ചെയ്ത സമയത്ത് നമ്മളുടെ കോഴ്സ് ഇവിടെ കാണാം. ആ കോഴ്സിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവസാനമായി ആക്സസ് ചെയ്തത് ഇതിൻ്റെ മേലെയുള്ള ഒരു ബാറിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ വ്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് ആക്സസ് ചെയ്ത ഭാഗത്തേക്ക് പോയി നമുക്ക് അവിടെ നിന്ന് ബാക്കിയുള്ള കോഴ്സ് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ കോഴ്സ് ഓവർവ്യൂ ഈ എല്ലാം ലിസ്റ്റ് ചെയ്തത് കാണാം. നമുക്ക് കോഴ്സ് ഓവർവ്യൂ ക്ലിക്ക് ചെയ്താൽ ഇവിടെ STEM Genius പ്രോഗ്രാം കാണാൻ കഴിയും. നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച നോട്ട്സ് അതേപോലെ ഇവിടെയും കാണാം. ഈ നോട്ട്സ് ഒന്നുകിൽ ഇവിടുന്ന് ഹൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരുത്താം. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഓരോ വീഡിയോസ് കാണാം. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇത് ഡിസ്കഷൻ ടാബാണ്. ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ള നമ്മുടെ ക്ലാസ്മേറ്റ്സുമായും ടീച്ചറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഹാൻഡ് ഔട്ട്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് കിട്ടും. ഇവിടെ ചാപ്റ്റർ 1 ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ലോഡാകും. ഇനി കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ചില കോമ്പണൻസ് ചിലപ്പോൾ ഡിസ്പ്ലേ ആവാതിരിക്കും. ആ സമയത്ത് നമ്മൾ അത് മൊബൈൽ ബ്രൗസർ വഴിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വ്യൂ ഓൺ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ബ്രൗസർ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്യേണ്ടി വരും. ആ ലോഗിൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം മൊബൈൽ ബ്രൗസറിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആദ്യമായി വൈഫൈ വഴി മാത്രമുള്ള ഇൻ്റർനെറ്റ് ആയിരിക്കും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലതുവശത്ത് കാണുന്ന സെറ്റിങ്സിൽ പോകാം. അവിടെ വൈഫൈ ഓൺലി ഡൗൺലോഡ് എന്നുള്ളത് നിങ്ങൾ ഓഫാക്കി കൊടുക്കണം. ഇവിടെ അലോ കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ വഴിയും വീഡിയോസ് കാണാനും അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ബാക്കിയുള്ള മെറ്റീരിയൽസ് ബ്രൗസ് ചെയ്യാനും പറ്റുന്നതാണ്.